എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി അറിയിക്കുക, ഫോൺ വിളിക്കുക ചെയ്യുക. ഓൺലൈനായി നോക്കി തരുന്നതാണ്. നോക്കുന്നതിന് ഇഷ്ടമുള്ളൊരു ദക്ഷിണ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കി കഴിഞ്ഞിട്ട് അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. 2026 ഔട്ടം നക്ഷത്രത്തിലെ ഫലമായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഔട്ടം നക്ഷത്രക്കാർക്ക് വേണ്ടി. ഔട്ടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ആനയുടെയും മനുഷ്യൻ്റെയും സംബന്ധിച്ച് ആയുസ്സുകൾ നിർദ്ദേശിക്കുന്നത് 120 വർഷക്കാലമാണ്. നമ്മുടെ ജാതകത്തിലെ നല്ല നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൂടുതൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ടത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിലാണ്. നമ്മൾ അല്ലാതെ ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ജാതകത്തിൽ ഭാഗ്യങ്ങൾ തെളിയാനും ജാതക ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തേണ്ടത് നവഗ്രഹങ്ങളെയാണ്. ഒപ്പം തന്നെ നമ്മൾ ഉപാസനമൂർത്തിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉപാസനമൂർത്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഔട്ടം നക്ഷത്രക്കാർ ചെയ്യുക. ഒപ്പം തന്നെ ജോലിക്ക് പോകാതെ പൈസ കിട്ടില്ല, അസുഖം വന്നാൽ ആശുപത്രി പോയി മരുന്ന് മേടിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇപ്പം ഞാനെന്നല്ല, 2022 ആര് വീഡിയോ ചെയ്താലും അവർ എത്രത്തോളം പറയുന്ന സത്യമുണ്ടെന്ന് നമ്മുടെ നമ്മളും കൂടെ ഒന്ന് ചിന്തിക്കണം. ഇവർ പറയുന്ന എത്രത്തോളം സത്യമുണ്ട് തെറ്റാണെന്ന് നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. 10,000, 30,000, 50,000 രൂപ മുടക്കി ഒത്തിരി ഓവറായിട്ടുള്ള പൂജകൾ ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കാതിരിക്കുക. അന്ധമായ വിശ്വാസങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാതിരിക്കുക. ഉള്ള വിശ്വാസം നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികം അനുസരിച്ചുള്ള വഴിപാടുകളും കാര്യങ്ങളും ഔട്ടം നക്ഷത്രക്കാർ നടത്തിയാൽ മതി. ഓരോരോ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഔട്ടം നക്ഷത്രക്കാർക്ക്. വഴിപാടുകളും കാര്യങ്ങളൊക്കെ ജോലി കളഞ്ഞ് ആരും വഴിപാടും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് ജോലി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഞായറാഴ്ച ദിവസമാണെങ്കിലും നമ്മൾ വഴിപാട് ചെയ്താൽ മതി. അല്ലാതെ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് നമ്മൾ വഴിപാട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാകും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം. 2026 ഔട്ടം നക്ഷത്രക്കാർക്ക് ജാനുവരി തൊട്ട്, അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഔട്ടം നക്ഷത്രക്കാർക്ക് മംഗലത്തിൽ തടസ്സം ഇരിക്കേണ്ട ഒരു ഇതായിരുന്നു. എന്തായാലും അത് തിരുവോണത്തിന് മുമ്പ്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ ഓണം, ചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ വിവാഹ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടക്കും. ഏകദേശം മുടങ്ങിക്കിടക്കുന്ന ആലോചനകളൊക്കെ ജാനുവരി മാസത്തിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ ആലോചനകൾ, അതായത് ഇതുവരെ വിവാഹം നടക്കാത്ത ഔട്ടം നക്ഷത്രക്കാർ 2026 തീരും മുമ്പേ നല്ല ബന്ധങ്ങളും നല്ല വിവാഹാലോചനകളും വന്നു ഭവിക്കും. ഒപ്പം തന്നെ ഔട്ടം നക്ഷത്രക്കാർക്ക് 2026 വിദേശത്ത് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും, അതായത് സർക്കാർ തലത്തിൽ പ്രമോഷനുകളും ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ 2026 മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അതായത് ഉദ്ദേശിക്കുന്ന ജോലികൾ 2026 ഔട്ടം നക്ഷത്രക്കാർക്ക് കിട്ടും. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അതായത് നഷ്ടങ്ങൾ വരത്തില്ല. അതായത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ സാലറി കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് 2026 ഔട്ടം നക്ഷത്രക്കാർ എന്ത് ബിസിനസ് തുടങ്ങിയാലും അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഉദാഹരണത്തിന് കൊടുത്ത പൈസയെക്കാട്ടി 3 ഇരട്ടി ലാഭത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ടം നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ കൂടുന്ന ഒരു സമയമാണ് 2026. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും പറഞ്ഞു കൊടുത്താലും നമ്മൾ അവഗണിക്കപ്പെടും. അതായത് കൂട്ടുകാരായിക്കോട്ടെ, വീടിൻ്റെ അടുത്ത് കിടക്കുന്ന പരിസരവാസികളായിക്കോട്ടെ, ബന്ധുക്കാരായിട്ട് ആരുമായിട്ടെ, അവർക്ക് നമ്മൾ ഉപകാരം ചെയ്ത് കൊടുക്കുമ്പോൾ നാളത്തെ ശത്രു നമ്മളായിരിക്കും. അതുകൊണ്ട് ഔട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. വെറുതെ നമ്മുടെ മനസ്സ് വിഷമിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ 2026 ഉണ്ടാകരുത്. അതുകൊണ്ട് ആരെ സ്നേഹിച്ചാലും നമ്മളൊരു പരിധി വരെ ഒരു സ്റ്റോപ്പിട്ട അവരുടെ അടുത്ത് നിൽക്കാവുള്ളൂ. അതേപോലെ തന്നെ പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ, പനി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭവിക്കുക, പൈൽസിന്, അതായത് മലധാര സംബന്ധമായ അസുഖങ്ങൾ, പൈൽസ്, അതേപോലെ തന്നെ ഗ്യാസ്, ഫിസ്റ്റുല, അങ്ങനെ ചെറിയ രക്തസമ്മർദ്ദമായ ചില രോഗങ്ങൾ, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഔട്ടം നക്ഷത്രക്കാർക്ക് വരാനിടയുണ്ട്. അത് കേട്ട് ടെൻഷനും കാര്യങ്ങളൊന്നും ആകുന്നു വേണ്ട. എന്തെങ്കിലും ആ രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി നല്ല രീതിയിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ആ രോഗത്തിനുള്ള മരുന്ന് കഴിച്ച്, ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം കൂടെ ജപിച്ച ചരട് വലതുകൈ കിട്ടുമ്പോൾ നമ്മളെ രോഗങ്ങൾ മാറി നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ പിടിച്ച് ആരോഗ്യപരമായി നമുക്ക് 2026 മുന്നോട്ട് പോകാം.
പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ വേറൊരു അകറ്റുന്ന ഒരു അസുഖം കൂടെയാണ് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ. എന്താ പറയുക, നമ്മുടെ കാല് കൈയൊക്കെ അങ്ങനെ ചൊറിഞ്ഞ് തടിക്കാം. സർപ്പദോഷം എന്ന് പറഞ്ഞ് ആരും വെച്ചുകൊണ്ടിരിക്കരുത്. ത്വക്ക് രോഗങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ മരുന്ന് കഴിക്കുക തന്നെ ചെയ്യണം അവിട്ടം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പൈസ സംബന്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അവിട്ടം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളും 2026 അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഭാഗ്യങ്ങൾ കൂട്ടുകാരായിട്ടോ അയലോകത്ത് പരിസരവാസികളായിട്ടോ ബന്ധുക്കാരായിട്ടോ പോട്ടെ, നാട്ടുകാർ ആരായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ഭാഗ്യങ്ങൾ വന്നതിന് ശേഷം മാത്രം അവരെ അറിയിക്കാവുള്ളൂ. ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പം ഗൾഫിൽ പോവുകയാണ്, അവിട്ടം നക്ഷത്രക്കാർ, അത് പരിസരവാസികളോ ബന്ധുക്കാരോ നാട്ടുകാരോടോ പറയാതിരിക്കുക. പോകുന്നതിൻ്റെ ഒരു 3 ദിവസമോ 4 ദിവസം മുമ്പ് ഇത് പറയുക. അല്ലാതെ നിങ്ങൾക്ക് ശത്രുതാ മനോഭാവം കൂടാനാണ് 2026 അവിട്ടം നക്ഷത്രത്തിൽ ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്താലും നമുക്കത് തിരിച്ച് കിട്ടാതെ ദുഃഖങ്ങൾ കിട്ടുന്നതും കൂടെ ഒരു കാലമാണ് അവിട്ടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അത് വളരെയധികം അവിട്ടം നക്ഷത്രക്കാരെ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങൾ എന്തെങ്കിലും വന്ന ആശുപത്രിയിൽ തന്നെ പോയി കൃത്യമുള്ള ഡോക്ടറെ കണ്ട് മരുന്നുകൾ തന്നെ മേടിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാനും നല്ല രീതിയിൽ തന്നെ പുരോഗതികൾ കൈവരിക്കാനുള്ള ഒരു വർഷമായിരിക്കും 2026. 56 വയസ്സിന് ശേഷമുള്ള അവിട്ടം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാദേവനെ കൂവളത്തുമാല സമർപ്പിക്കുക. അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യദേവത സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും അവിട്ടം നക്ഷത്രക്കാർ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവുകൾ, ക്ഷേത്രങ്ങൾ, അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്കാവുകൾ, കുടുംബക്ഷേത്രങ്ങളിലൊക്കെ അവിട്ടം നക്ഷത്രക്കാർ പോകാതിരിക്കുവാണെങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾക്കാണ്. അതായത് ജാതകത്തിലെ എത്ര നല്ല ഭാഗ്യങ്ങളുണ്ടായാലും അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് മിക്ക അവിട്ടം നക്ഷത്രക്കാരും, അതായത് അവിട്ടം നക്ഷത്രക്കാർ തന്നെയല്ല, ഈ കുടുംബക്ഷേത്രമുള്ള ആൾക്കാർ അവരവരുടെ വീട്ടിൽ പോകാറില്ല. അന്നത്തെ കാര്യം, ബന്ധുക്കാർ പരസ്പരം വഴക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ക്ഷേത്രമുണ്ട്, ഞാൻ ആലപ്പുഴയാണ്. എനിക്കിപ്പോൾ കുടുംബക്ഷേത്രമുണ്ട്. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇവിടെ വരാറില്ല, അവരുടെ മക്കളും കാര്യങ്ങളൊന്നും ഇവിടെ വരാറില്ല. അപ്പോൾ അവർ വരാത്ത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർ ഞങ്ങളോടുള്ള വഴക്ക് വിചാരിച്ചിട്ട് അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തൊഴത്തില്ല. അതേസമയം അവർ വേറുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത്, ഇല്ലെങ്കിൽ അവർ ദൂരെ പഴനിക്ക് പോകുന്നു, വേറെ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുതാലൊന്നും യാതൊരു കാര്യമില്ല. കാരണം കുടുംബത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ തൊഴാതെ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഓടി നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ പരിസരവാസികളൊക്കെ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. തൊട്ടടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ പോകത്തില്ല, കാരണം പരിസരവാസികളായിട്ട് വഴക്കായിരിക്കും. എന്ന് വെച്ചിട്ട് ഈ ആൾക്കാർ മൊത്തം എന്ത് ചെയ്യും? അവൻ്റെ വീട്ടിലെ ക്ഷേത്രം, നമ്മൾ പോട്ടുകാല, അവന് നമ്മൾ ഭയങ്കര വഴക്കാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എന്നാൽ നമ്മൾ ചിന്തിക്കണം, വഴക്ക് മറന്ന് അവിടെ ഈശ്വരനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പം നമ്മളവിടെ പോവുകയാണ്, അപ്പോൾ പരിസരവാസികളായിട്ടാണ് വഴക്കാണ്. അപ്പോൾ നമ്മളവിടെ പോയി നമ്മൾ കൊണ്ടുവെക്കുന്ന എണ്ണയും ഉടയാടകളും അത് എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ്. നമ്മുടെ വിശ്വാസപൂർവ്വം അവിടുത്തെ ക്ഷേത്രത്തിൽ ചെല്ലുക. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടെന്ന് വെച്ചാൽ മിക്കവരും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരത്തില്ല. അപ്പോൾ സർപ്പക്ഷേത്രത്തിൽ മണ്ണാറശാല പോകും. അപ്പോൾ മണ്ണാറശാല പോയി പരിഹാരം ചെയ്താൽ നടക്കുമോ? ഇല്ല. വീടിൻ്റെ അടുത്ത് കാവി പരിഹാരം ചെയ്യാതെ കുടുംബമായിട്ടുള്ള കാവി പരിഹാരം ചെയ്താൽ മണ്ണാറശാല പോയാൽ തീർച്ചയായിട്ടും ഏക്കത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ദേശം പഴവീടാണ്. അപ്പം എൻ്റെ ദേശം പഴവീടാണ്, പഴവീട്ടിൽ അമ്മയാണ്. ആ അമ്മയെ വണങ്ങാതെ ഞാൻ ദൂരെയുള്ള ചോറ്റാനിക്കര അമ്മ, കൊടുങ്ങല്ലൂർ അമ്മ പോയിട്ട് വല്ല കാര്യമുണ്ട്? കാരണം തൊട്ടടുത്ത് ദേശദേവതയെ വണങ്ങാതെ മറ്റു ദേശത്തിലെ ദേവതയെ പോയി തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യം അവിട്ടം നക്ഷത്രത്തിൽ ചിന്തിക്കേണ്ടത് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ പോവുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തുണച്ച് എല്ലാ ഈശ്വരാനുഗ്രഹം അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം 2026. അതേപോലെ തന്നെ ഭാഗ്യങ്ങൾ കൂടിയ ഒരു വർഷമാണ്. വീട് പണിക്ക് തടസ്സമുള്ള അവിട്ടം നക്ഷത്രക്കാർക്കൊക്കെ 2026 വീട് പണിയൊക്കെ നടക്കും. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നതനുസരിച്ച് മാറ്റം ഉണ്ടാകും. കൂടുതൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് വീഡിയോ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഗണിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് ഭക്തജനങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് പരിഹാര കാര്യങ്ങൾ ചെയ്യേണ്ടത്,
ഒരു വർഷക്കാലം നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തി നവഗ്രഹ ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച് ദർശനം നടത്തുക. പക്കപ്പിറന്നാളൂർ അവിട്ടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി 21 നാരങ്ങ കോർത്ത് നാരങ്ങമാലയും സുബ്രഹ്മണ്യ പൂജയും നടത്തുക. ഒപ്പം തന്നെ ശത്രുതപരമായ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഭദ്രകാളി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഈ രക്തഹാരമാല ഇടുക. അതായത് വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെത്തിപ്പ് കൊണ്ട് മാല കെട്ടി ഇടുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണമാണ്. എന്തുകൊണ്ടും മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ തന്നെ 2026 എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കാൻ വേണ്ടി അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോവുക, നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക. എന്തുകൊണ്ടും 2026 അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. ജോലിയിൽ പുരോഗതി ഉണ്ടാകും, വിവാഹകാര്യങ്ങൾ നടക്കും, വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളുണ്ടാകും. വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കടബാധ്യതകൾ ഉണ്ടാകാത്ത ഒരു വർഷവും കൂടി ആയിരിക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് 2026. അപ്പോൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.